പാർലമെന്റിലെ വഖഫ് ബിൽ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ എവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്? ഫേസ്ബുക്കിലെയോ അതോ ലോക്സഭയിലേതോ എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പരിഗണിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിലൊന്നാണ് വഖഫ് ബിൽ. അങ്ങനെയൊരു ബിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൃത്യസമയത്ത് പങ്കെടുക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് ചോദ്യമുയരുന്നത്. കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടും വഖഫ് ബില്ലിലെ ചർച്ചയ്ക്കിടെ ഒരു സമയത്തും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും സഭയിലുണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ പാർട്ടി പ്രിയങ്കയോട് വിശദീകരണം തേടിയോ എന്ന കാര്യം വ്യക്തമല്ല. ഈ വിഷയത്തിൽ കോൺഗ്രസും പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി വഖഫ് ബിൽ ചർച്ച നടക്കുന്നതിനിടെ ലോക്സഭയിൽ എത്തിയെങ്കിലും പങ്കെടുത്തിരുന്നില്ല. നിർണായക ചരിത്ര സന്ദർഭത്തിൽ സഭയിൽ നിന്ന് വിട്ടുനിന്ന ഈ നേതാക്കളുടെ പുറത്താണോ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇനിയും പ്രതീക്ഷ വെക്കേണ്ടത് എന്ന് മാധ്യമപ്രവർത്തക KK ഷാഹിന ഫേസ്ബുക്കിൽ കുറിച്ചു. കടുത്ത രാഷ്ട്രീയ പോരിനൊടുവിലാണ് വഖഫ് ബിൽ ലോക്സഭ കടന്നത്. 283 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചു. TDP, JDU, LJP, RLD ഉൾപ്പെടെയുള്ള NDA ഘടകകക്ഷികൾ ബില്ലിനെ പിന്തുണച്ചു. 232 MPമാർ എതിർത്ത് വോട്ട് ചെയ്തു. ബില്ലിനെ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്തു. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അവധിക്ക് അപേക്ഷ നൽകി മധുരയിലെത്തിയിരുന്ന CPM അംഗങ്ങൾ മടങ്ങിയെത്തി ചർച്ചയിലും വോട്ടെടുപ്പിലും പങ്കെടുത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തി. ചർച്ചയ്ക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവും മറുപടി നൽകി. പ്രതിപക്ഷ അംഗങ്ങൾ അവതരിപ്പിച്ച ഭേദഗതികളെല്ലാം തള്ളി. JPC നേരത്തെ ശുപാർശ ചെയ്ത 14 ഭേദഗതികൾ സർക്കാർ നിർദ്ദേശമായി ഉൾപ്പെടുത്തിയാണ് ബില്ല് പാസാക്കിയത്.